നമസ്കാരം സുഹൃത്തുക്കളെ, ടറോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. നിങ്ങൾ ഉപേക്ഷിച്ചു പോയ നിമിഷം മുതൽ തൊട്ട് ഈ വ്യക്തി ഒറ്റപ്പെടലിന്റെ ഇരുട്ടിൽ അകപ്പെട്ടു പോയിരിക്കുകയാണ്. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. അപ്പോൾ തുടക്കം മുതൽ അവസാനം വരെ ഈ വായന കാണുവാനായി ശ്രമിക്കുക. ഈ വ്യക്തി ഇപ്പോൾ പഴയ കാര്യങ്ങളുമായി അല്ലെങ്കിൽ പഴയ കഴിഞ്ഞു പോയ കാര്യങ്ങൾ മനസ്സിൽ കൊണ്ട് നടന്ന് വേദനിക്കുകയായിരുന്നു ഈ വ്യക്തി ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി തീരുമാനിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തിൽ നീതി മേടിച്ചു തരണം എന്നുള്ളത് തന്നെയാണ്. നീതിയില്ലാത്ത ഒരു ബന്ധത്തിനും അല്ലെങ്കിൽ ഒരു കാര്യത്തിനും നിൽക്കുവാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായി ഒരുമിച്ച് നിൽക്കുന്നതിന്റെ അനുഗ്രഹവും അതുപോലെ ഐശ്വര്യവും ഈ വ്യക്തി മനസ്സിലാക്കുകയാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരുപാട് സന്തോഷങ്ങളും സ്വപ്നങ്ങളും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചിട്ടുണ്ട്. ഈ വ്യക്തിയുടെ സ്വകാര്യ അഹങ്കാരമായിരുന്നു നിങ്ങളാണെങ്കിലും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും ഒരുപാട് സ്നേഹം ഏറ്റുവാങ്ങുകയും ചെയ്ത വ്യക്തിയും കൂടിയാണ് ഈ വ്യക്തി. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല രീതിയിൽ മനോഹരമായി മുന്നോട്ട് പോകാൻ പറ്റുന്ന പലതരത്തിലുള്ള സാഹചര്യങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ കാലചക്രം തിരിച്ചു കറങ്ങിയപ്പോൾ നമ്മൾ പറയുകയില്ലേ, എന്ത് നല്ലൊരു കാര്യത്തിനും ചെറിയൊരു മോശം കാലഘട്ടം ഉണ്ടാകും എന്ന് പറയുന്നത് പോലെ കാലചക്രം തിരിച്ചു കറങ്ങുവാൻ തുടങ്ങിയപ്പോൾ ഏതാനും ചില സാഹചര്യങ്ങൾ മോശപ്പെട്ടതായി വന്നു തുടങ്ങി. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് മുന്നോട്ട് പോയിരുന്ന ആ ഒരു രീതി പതുക്കെ പതുക്കെ ഇല്ലാതായി തുടങ്ങി. അതൊരു തേർഡ് പാർട്ടി ആയിരിക്കാം, കാരണം ശത്രുക്കളുടെ കടന്നുവരവായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ സാമ്പത്തിക തകർച്ചയോ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് നിങ്ങളെ അംഗീകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള മറ്റെന്തെങ്കിലും കാരണങ്ങളും ആയിരിക്കാം. അത്രക്ക് കാര്യങ്ങൾ വന്നപ്പോൾ ഈ വ്യക്തി ഉറപ്പായിട്ടും നിങ്ങളെ മാറ്റി പറയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ മാറ്റി നിർത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ പലപ്പോഴും ഈ വ്യക്തിയുമായി കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ വ്യക്തി പല കാരണങ്ങൾ കൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി നിങ്ങളുമായി ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി താല്പര്യപ്പെട്ടിരുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യം കൂടിയാണ്. ഈ വ്യക്തിക്ക് നിങ്ങളുമായി ഒത്തുചേരണം അല്ലെങ്കിൽ ഒത്തിണങ്ങി ചേരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും അവിടെ മാലാഖമാരുടെയോ പ്രപഞ്ചത്തിന്റെയോ അല്ലെങ്കിൽ ദൈവത്തിന്റെയോ പിന്തുണ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആ ഒരു സാഹചര്യത്തിലായപ്പോൾ ഈ വ്യക്തി മുഴുവനുമായി തകർന്നു പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നിങ്ങളിൽ നിന്നും അകന്നു പോവുകയും ഈ ഒരു ബന്ധം ശരിയാകില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ വ്യക്തി പിന്തിരിഞ്ഞു പോകാനാണ് ശ്രമിച്ചിരുന്നത്. ഒരുപാട് ഒറ്റക്കിരുന്ന് കരയുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞുപോയ മനോഹരമായ നിമിഷങ്ങളെ കുറിച്ച് ഓർത്ത് അസൂയ തോന്നിക്കുകയും പശ്ചാത്തപിക്കുകയുമാണ് ഈ വ്യക്തി ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരുപാട് പശ്ചാത്താപം മനസ്സിൽ ഏറ്റിക്കൊണ്ടാണ്, അതൊരു ഭാരം പോലെ നെഞ്ചിൽ ഏറ്റിക്കൊണ്ടാണ് ഈ വ്യക്തി മുന്നോട്ട് നടന്നു നീങ്ങിയിരുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ബന്ധത്തിൽ പുതിയ തുടക്കം തുടങ്ങുവാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നീതി മേടിച്ച് തരുവാൻ വേണ്ടിയിട്ട് പ്രപഞ്ചം തന്നെ നേരിട്ടിറങ്ങി പ്രവർത്തിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. പ്രപഞ്ചം തന്നെ നേരിട്ടിറങ്ങി പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും നഷ്ടങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അതാണ് നിങ്ങളിലേക്ക് വരാൻ വേണ്ടി തടസ്സപ്പെടുത്തുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഈ വ്യക്തി അതിൽ നിന്നുമൊക്കെ മുക്തി നേടുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ മുക്തി നേടുക എന്ന് പറയുമ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കുന്നു, അല്ലെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കാനുള്ള വഴി കിട്ടുന്നു എന്നുള്ളതാണ്. ദൈവത്തിന്റെ അനുഗ്രഹം പെട്ടെന്ന് കിട്ടുന്നു, പ്രപഞ്ച ശക്തി കൂടെ നിൽക്കുന്നു, നല്ല രീതിയിൽ തന്നെ ഈ വ്യക്തിയെ സഹായിക്കുന്നു. ഈ ഒരു സാഹചര്യമൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ വേണ്ടി ഈ വ്യക്തി ഒരുപാട് പരിശ്രമങ്ങൾ എടുക്കുന്നതായി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നില്ല. ഈ വ്യക്തി എല്ലാം തന്നെ ദൈവത്തിനും അതുപോലെ തന്നെ പ്രപഞ്ച ശക്തിക്കും വിട്ടുകൊടുത്തതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്.
അതുകൊണ്ട് തന്നെ ആയുധങ്ങൾ വെച്ച് കീഴടങ്ങുക എന്ന് പറയും. അതായത് ഞാൻ ഇനി ഒന്നും ചെയ്യുന്നില്ല, ഇനി വിധി എന്താണോ അതുപോലെ വരട്ടെ, എന്റെ തലയിൽ വരച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് കിട്ടിയിരിക്കും എന്നുള്ളൊരു ചിന്താഗതിയോട് കൂടിയും ഒരു അർപ്പണ മനോഭാവത്തോടു കൂടിയുമാണ് ഈ വ്യക്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഗബ്രിയേൽ മാലാഖയുടെ സാന്നിധ്യമാണ് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പല പദ്ധതികളും നല്ല രീതിയിൽ തന്നെ വിജയപൂർണമായി തീരുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതായത് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ളൊരു സന്തോഷകരമായ ജീവിതമാണെങ്കിൽ ഉറപ്പായിട്ടും അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള സാഹചര്യങ്ങളും വ്യക്തികളും ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായി ചില വ്യക്തികളുടെ ഭാഗത്ത് നിന്നും സഹായങ്ങൾ ലഭിക്കുന്നതായിട്ടും അതിലൂടെ നിങ്ങളിലേക്ക് വരുവാനും നിങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും വേണ്ടിയിട്ടുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതായി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സ് നഷ്ടപ്പെട്ടിട്ടുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. മനസ്സ് നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ ഏതൊരു മനുഷ്യനും തൻ്റെതായ ജീവനുള്ള ഒരു മനസ്സുണ്ട്, അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു മനസ്സുണ്ട്. ഈ ഭൂമിയിൽ ഭൂരിഭാഗം മനുഷ്യരും ജീവിക്കുന്നത് മരവിച്ച മനസ്സുമായിട്ടാണ്. കാരണം താൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ലഭിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഒരു മനുഷ്യൻ അത്തരം ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും പുറമേ നോക്കി മറ്റുള്ളവരെ നോക്കി ചിരിക്കുന്നുണ്ട്, വളരെ സന്തോഷകരമായിട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ മനസ്സുകൊണ്ട് മരവിച്ചാണ്, അല്ലെങ്കിൽ സങ്കടത്തിന്റെ ഇരുട്ടിൽ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിധിയെ പഴിച്ചും അല്ലെങ്കിൽ തനിക്ക് വന്നിരിക്കുന്ന പരാജയങ്ങളെ കുറിച്ച് ഓർത്തും ദൈവങ്ങളെ കുറ്റം പറഞ്ഞുമൊക്കെയാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിൽ കുറച്ചു പേര് ദൈവവിശ്വാസം കൈവിടാതെ ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതായി നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഒരു തീരുമാനവും എടുക്കാതെ തന്നെ അനുകൂലമായിട്ടുള്ള ചില തീരുമാനം, അത് പ്രപഞ്ചശക്തി തന്നെ നേരിട്ട് വന്ന് പ്രത്യക്ഷപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളെ ഈ വ്യക്തിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു, ഏതൊരു സാഹചര്യത്തിൽ ഉപേക്ഷിക്കേണ്ടി വന്നു, അത് ഈ വ്യക്തിയുടെ നിവർത്തികേട് കൊണ്ട് മാത്രം ചെയ്തതാണ്, അല്ലാതെ വേണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല. അതുകൊണ്ട് ഒറ്റപ്പെടലിന്റെ ഇരുട്ടിൽ ഈ വ്യക്തി അകപ്പെട്ടു പോയപ്പോഴും ഈ വ്യക്തി ഒരിക്കലും സ്വയം പശ്ചാത്തപിച്ചില്ല. കാരണം ഇതായിരിക്കും എൻ്റെ വിധി, അല്ലെങ്കിൽ ഇതായിരിക്കും എൻ്റെ യോഗം എന്നാണ് ഈ വ്യക്തി ചിന്തിച്ചത്. അപ്പൊ ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഈ വ്യക്തി പഴയ കാര്യങ്ങളെല്ലാം മറന്നു കളയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാലാഖമാരാണെങ്കിലും ഈ വ്യക്തിയോട് പറയുന്നത് ക്ഷമിച്ചു കൊടുക്കാനാണ്. അതായത് ഈ വ്യക്തിയോട് മറ്റാരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള ഈ പ്രണയബന്ധത്തെ മറ്റുള്ളവർ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരോടെല്ലാവരോടും തന്നെ ക്ഷമ ചോദിക്കുക, ക്ഷമിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ദൈവവും മാലാഖമാരും പറയുന്നത്. അതുകൊണ്ട് ഇതും നമുക്കിവിടെ കാണാനായി സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ആത്മീയപരമായിട്ടുള്ള നല്ല രീതിയിലുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രണയം അങ്ങനെ വെറുതെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോകേണ്ടി വരില്ല, അല്ലെങ്കിൽ അങ്ങനെയൊന്നും നശിച്ചു പോകുന്ന ഒരു പ്രണയബന്ധമായിട്ട് കാണുന്നില്ല. ഇത് തന്നെയാണ് നമുക്ക് പ്രത്യേകം എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ നിങ്ങളോട് പറയുന്നത് ക്ഷമിക്കുവാനാണ്, ക്ഷമിച്ചു കൊടുക്കാനാണ് പറയുന്നത്. അപ്പൊ ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ അത് നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകളായിരിക്കാം, നിങ്ങളോട് ഒരു വാക്ക് പോലും പറയാതെ ഈ വ്യക്തി അകന്നു പോയതായിരിക്കാം. എന്തുകൊണ്ടോ ക്ഷമിച്ചു കൊടുക്കാൻ ഈ വ്യക്തി നന്നായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചിന്തയും നമുക്കിവിടെ പറയാതിരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ പ്രണയബന്ധത്തിൽ പുതിയൊരു തുടക്കം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കും ഈ വ്യക്തിക്കും സംശയം വേണ്ട. കാരണം പ്രപഞ്ചശക്തി ഇവിടെ നേരിട്ടിറങ്ങി വന്ന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇനി പുതിയ പുതിയ പദ്ധതികളും നല്ല നല്ല അതിശയിപ്പിക്കുന്ന സർപ്രൈസ് ഗിഫ്റ്റുകളും നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഇത് നിങ്ങൾ ഉറപ്പായും പ്രതീക്ഷിച്ചിരിക്കുക. നിങ്ങളിലേക്ക് വരാൻ പോകുന്ന മാറ്റങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ വായനയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കാണിക്കുന്നുണ്ട്. ആ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.